കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറിയതായി പരാതി. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ആരോപണം ഉണ്ട്. വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പരാതി പറയാനെത്തിയവരാണ് പഞ്ചായത്ത് യോഗത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളുമായി രൂക്ഷമായ വാക്കേറ്റം നടത്തിയ ഇവർ റൈറ്റിംഗ് പാഡ് വലിച്ചെറിഞ്ഞു. വനിതാ മെമ്പറുടെ നെറ്റിയിലാണ് ഏറുകൊണ്ടത്. ഇതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ഭരണസമിതിയിലെ LDF മെമ്പർമാർ പ്രതിഷേധിച്ചു. അക്രമം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് പറഞ്ഞു. ഇപ്പൊ കേരള സർക്കാരിന്റെ കൈവശം ഇരിക്കുന്ന ആ ഫയല് പെട്ടെന്ന് സ്പീഡ് അതിന്റെ മുകളിൽ തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിക്കൊണ്ട് ഇടപെടുന്നതിനും അതോടൊപ്പം തന്നെ ആ തീരുമാനം വരുന്നത് വരെ ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ കോറി വേസ്റ്റ് അടിച്ചും അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിക്കൊണ്ടുള്ള സമഗ്രമായൊരു തീരുമാനം എടുത്തത് കഴിഞ്ഞതിന് ശേഷമാണ് 50ഓളം വരുന്ന UDF പ്രവർത്തകർ അതിക്രമിച്ച് ഗ്രാമപഞ്ചായത്തിലേക്ക് യാതൊരു സമ്മതവും ഇല്ലാതെ കയറി വരികയും അവിടെ അക്രമം കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതൊരു ഗുണ്ടായുസമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡ് നിർമ്മാണത്തിന് AC മൊയ്തീൻ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി കഴിഞ്ഞ LDF സർക്കാർ 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പണി ഏറ്റെടുത്ത കരാറുകാരൻ 10% ഫണ്ട് കൂടുതൽ ലഭിക്കുന്നതിനു വേണ്ടി ടെൻഡർ സമർപ്പിച്ചു. നിലവിലെ സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. റോഡ് താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കാൻ ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് കുഴികൾ നികത്തുവാനും മണ്ണ് നീക്കം ചെയ്യുവാനും ഭരണസമിതി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ കടന്നുകയറി അതിക്രമം കാണിച്ചതെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് പറഞ്ഞു. TCV എരുമപ്പെട്ടി.